ആദ്യത്തെ വിവാഹത്തിൽ തന്നെ പല പ്രശ്നങ്ങളും മൂടി വെക്കുന്നവരാണ് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള എല്ലാ പെൺകുട്ടികളും. അപ്പൊ അത്തരം ഒരു സാഹചര്യത്തിൽ രണ്ടാമതൊരു ജീവിതം തെരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ, അതും പരാജയപ്പെട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും അവരുടെ അവസ്ഥ? നിയമം സംരക്ഷിക്കേണ്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ തന്നെ ഒരു പെൺകുട്ടിയുടെ ജീവിതം തകർത്തെറിഞ്ഞാലോ? ആ ഒരു കഥയാണ് നിങ്ങൾ ഇനി കേൾക്കാൻ പോകുന്നത്. ഞാൻ വരുന്നത് ട്രിവാൻഡ്രത്തുനിന്ന് വർക്കല എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ്. അപ്പോൾ ഇത്രയും ദൂരെ നിന്ന് ഞാൻ ഇവിടെ വന്ന് സംസാരിക്കണമെങ്കിൽ എൻ്റെ ലൈഫിൽ ഉണ്ടായ ഒരു ട്രോമ എന്ന് പറയുന്ന അത്രയ്ക്ക് വലുതാണ്. ചേച്ചി പറഞ്ഞതുപോലെ ഇതെൻ്റെ സെക്കൻഡ് മാരേജ് ആണ്. മാരേജ് കഴിഞ്ഞിട്ട് ഒരു 2 months ആവുന്നതേ ഉള്ളൂ. ആഹ് എന്താ എങ്ങനെ സത്യം പറഞ്ഞാൽ എനിക്ക് എങ്ങനെ ഇത് പറയണം എന്ന് കൂടി അറിയില്ല. ഇതൊരു അറേഞ്ച്ഡ് മാരേജ് ആണ്, ലവ് മാരേജ് ഒന്നും അല്ല. ഞാൻ ആളെ ആദ്യമായിട്ട് കാണുന്നത് എൻ്റെ കഴിഞ്ഞ വിവാഹത്തില് ഹസ്ബൻഡിനെതിരെ ഒരു കംപ്ലൈന്റുമായിട്ട് വർക്കല പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോഴാണ് ആളെ കാണുന്നത്. ആളവിടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു. ആഫ്റ്റർ ദാറ്റ് പുള്ളി എന്നെ നിരന്തരമായിട്ട് ഫോൺ വിളിച്ചും വാട്സപ്പിൽ മെസ്സേജ് അയച്ചും ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചും ശല്യം ചെയ്യുന്നുണ്ടായിരുന്നു. എന്താണ് ഈ അയക്കുന്നത്? അയക്കുന്നത് ഇഷ്ടമാണ്, കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട് എന്നുള്ള രീതിക്കാണ് പറയുന്നത്. അപ്പം ഞാൻ ഓൾറെഡി ഡിവോഴ്സിന്റെ ഫേസിൽ നിൽക്കുന്നതേ ഉള്ളൂ. ഞങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് അപ്പം ഏകദേശം ഒരു 2 year ആയെങ്കിലും ഡിവോഴ്സ് എന്ന് പറയുന്നത് കിട്ടിയിട്ടില്ല. ആൻഡ് ഞാൻ ഒരു മാരേജിന് ആ ടൈമിൽ മെന്റലി പ്രിപ്പയർഡും അല്ല. അപ്പം ഞാൻ ആളോട് പറഞ്ഞു. പിന്നെ ഒരു പോലീസ് ആയതുകൊണ്ട് നമുക്ക് ഒരു എന്താ പറയുക സൗണ്ട് റൈസ് ചെയ്യാനോ ഒക്കെ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു. ആ ടൈമിൽ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഒരു വിധത്തിലും അടുക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ആള് നേരെ എൻ്റെ വീട്ടുകാരെ സ്വാധീനിച്ചു. അപ്പം പ്രീവിയസ് മാരേജിൽ എനിക്ക് ട്വിൻസ് കുട്ടികൾ ഉണ്ടായെങ്കിലും പ്രഗ്നൻ്റ് ആയെങ്കിലും എനിക്ക് ആ കുട്ടികളെ കിട്ടിയില്ല. അപ്പം ആ ഒരു കാര്യം പറഞ്ഞിട്ട് എനിക്കൊരു കുഞ്ഞ് വേണം എന്നുള്ളത് ഉണ്ടായിരുന്നു. അപ്പം ആ ഒരു ഇത് പറഞ്ഞിട്ടാണ് എൻ്റെ അച്ഛനും അമ്മയും എന്നെ ഈ കല്യാണത്തിന് സമ്മതിപ്പിക്കുന്നത്. അപ്പോഴും ഞാൻ ആളോടും എൻ്റെ വീട്ടുകാരോടും പറഞ്ഞു എനിക്ക് സമയം വേണം, ഒന്ന് ഡിവോഴ്സിൻ്റെ പ്രൊസീഡിങ്സ് നടക്കുന്നതേ ഉള്ളൂ, എനിക്ക് ടൈം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ആള് പറഞ്ഞത് ആൾക്ക് പെട്ടെന്ന് തന്നെ എൻഗേജ്മെന്റ് വേണം, പക്ഷെ മാരേജ് കുറച്ച് കഴിഞ്ഞിട്ട് മതി, ബട്ട് വിത്തിൻ എ വീക്ക് ആൾക്ക് എൻഗേജ്മെന്റ് വേണം എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ വീട്ടുകാരോട് പറഞ്ഞു പറ്റില്ല, എനിക്ക് കുറച്ച് ടൈം വേണം എന്ന് പറഞ്ഞു. പക്ഷെ അവരെ സംബന്ധിച്ച്, എൻ്റെ വീട്ടുകാരെ സംബന്ധിച്ച് സെക്കൻഡ് മാരേജ്, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വരുന്നു, ആൻഡ് ഇതെല്ലാം അറിഞ്ഞിട്ടാണ് വരുന്നത്, എൻ്റെ പ്രീവിയസ് ഹിസ്റ്ററി അറിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പം അവര് അതിൽ വീണുപോയി. എനിക്കും അവിടെ പ്രീവിയസ്ലി ഒരു ലവ് മാരേജ് ആയതുകൊണ്ട് എനിക്കും വീട്ടുകാരുടെ അടുത്ത് പറയാനൊരു വോയിസ് ഉണ്ടായില്ല. എൻഗേജ്മെന്റ് കഴിഞ്ഞു. എൻഗേജ്മെന്റ് കഴിഞ്ഞ് ഏകദേശം ഒരു 2 മാസം ആവാറായപ്പോ തന്നെ ആളൊരു ഫ്രോഡ് ആണെന്ന് തന്നെ ഞാൻ പറയും. അങ്ങനെ ഒരു ക്യാരക്ടർ ആണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ ആ ടൈമിൽ എനിക്ക് വേണമെങ്കിൽ അത് വേണ്ടാന്ന് വെക്കായിരുന്നു. പക്ഷെ എന്തുകൊണ്ട് ഞാനത് ചെയ്തില്ല എന്ന് വെച്ചാൽ, ഓൾറെഡി ഒരു ഡിവോഴ്സ് അല്ലെങ്കിൽ ഒരു സെപ്പറേഷൻ പീരീഡിൽ ഒരു നോർമൽ കേരളത്തിലെ ഒരു പെൺകുട്ടി സഹിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ സഹിച്ചിട്ട് നിൽക്കുന്ന ഒരാളാണ്. സമൂഹത്തിലെ ക്വസ്റ്റ്യൻസ്, ആൾക്കാരുടെ നോട്ടം, പിന്നെ ആൺപിള്ളേരുടെ വേറെ കുറെ കാര്യങ്ങള്. അപ്പം ഇതെല്ലാം സഫർ ചെയ്തുകൊണ്ടിരിക്കുന്ന എനിക്ക് രണ്ടാമത് വന്ന കല്യാണാലോചന എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടും ഇങ്ങനെ ആയി എന്ന് പറയാൻ ഒരു ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ഞാൻ എങ്ങനെ വീണ്ടും ഡിവോഴ്സ് പോലും കൈ കിട്ടുന്നതിന് മുന്നേ എൻഗേജ്മെന്റും നടത്തി ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ആയി എന്ന് ഞാൻ പുറത്ത് എങ്ങനെ പറയുന്നുള്ളൊരു പേടി വന്നു. എന്നാലും ഈ എൻഗേജ്മെന്റ് തൊട്ട് ഈ കല്യാണം ആവുന്നതിനിടയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. അപ്പോഴൊക്കെയും ആള് വന്നിട്ട് ഇനി എങ്ങനെയൊന്നും ഉണ്ടാവില്ല, നേരെ പോകും എന്ന് പറയുമ്പോൾ ഞാനും വിചാരിക്കും എന്തായാലും ഇത്ര എത്തി, സെക്കൻഡ് മാരേജ് കുറെയൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. ആദ്യമേ രജിസ്റ്റർ മാരേജ് ആണ് നടക്കുന്നത്. ആ രജിസ്റ്റർ മാരേജിന് ശേഷം പുള്ളി എന്നെ കൊണ്ട് ആളുടെ അമ്മയ്ക്ക് വയ്യ, അച്ഛന് വയ്യ, പേഴ്സണൽ കുറച്ച് അധികം കാര്യങ്ങൾ പറഞ്ഞ് ഇമോഷണലി ബ്ലാക്ക്മെയിൽ ചെയ്ത്, അതായത് എന്താ പറയാ കുറെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് ഏകദേശം ഒരു ഓൾമോസ്റ്റ് ഞാൻ അറൗണ്ട് പറയുവാണ്, അറൗണ്ട് ഒരു 10 lakh പേഴ്സണൽ ലോൺ എന്നെ കൊണ്ട് എടുപ്പിച്ചു. ആള് കൃത്യമായിട്ട് EMI അടച്ചോളാം, ഏകദേശം ഇതിനെല്ലാത്തിനും കൂടെ ഒരു 33,000 രൂപ EMI വരുന്നുണ്ട്. ഈ EMI എല്ലാം പുള്ളി അടച്ചോളാം എന്നുള്ള വാക്കിന്മേലാണ് ഞാൻ എടുത്തു കൊടുക്കുന്നത്. കാര്യം അയാൾക്ക് ജോലി ഉണ്ടല്ലോ. അപ്പൊ അച്ഛനും അമ്മയ്ക്കും വയ്യാന്ന് പറയുമ്പം എനിക്കും ഉണ്ട് അച്ഛനും അമ്മയും. അപ്പൊ ഞാൻ അവരെ ഓർത്തു, ഞാൻ എടുത്തു കൊടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങളുടെ കല്യാണം ആറ്റുകാൽ അമ്പലത്തിൽ വെച്ച് ജൂൺ 21 നടന്നു. ഈ ജൂലൈ 6 ഞാൻ തിരിച്ചറിയുന്നത് എൻ്റെ കയ്യിൽ നിന്ന് അതായത് ലോൺ എടുത്ത് കൊടുത്ത ക്യാഷ് അയാളുടെ മുൻ കാമുകി എന്ന് പറഞ്ഞ് അതായത് എനിക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുള്ള, അല്ലെങ്കിൽ എന്നോട് പറഞ്ഞിട്ടുള്ള ഒരാളുണ്ട്. ആ ആളിന്റെ നമ്പറിലേക്കാണ് കുറച്ച് എമൗണ്ട് അയച്ചു കൊടുത്തിരിക്കുന്നതായിട്ട് ഞാൻ കണ്ടു. അപ്പം സ്വാഭാവികമായിട്ടും ഞാൻ ചോദിക്കും, ഞാനല്ല ഏതൊരു പെൺകുട്ടിയും ചോദിക്കും. ചോദിച്ചപ്പോൾ ആളെന്നെ തല്ലി എന്നെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി. ഞാൻ അപ്പൊ തന്നെ എൻ്റെ അച്ഛൻ അമ്മ എല്ലാവരും അറിയിച്ചു. അപ്പൊ പിറ്റേന്ന് അച്ഛൻ സംസാരിക്കാന്ന് പറഞ്ഞു. പക്ഷെ പിറ്റേന്ന് എൻ്റെ അച്ഛൻ സംസാരിക്കുന്നതിന് മുന്നേ തന്നെ
ആള് വീട്ടിൽ നിന്ന് മുങ്ങി. അതായത് കഴിഞ്ഞ മാസം ജൂലൈ 7-ാം തീയതി രാവിലെ എൻ്റെ വീട്ടിൽ നിന്ന് പോയ ആളാണ്. എനിക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല. കാര്യം 10 ലക്ഷം രൂപകൾ എൻ്റെ തലയിൽ കിടക്കുവാണ്. ഞാനത് എടുത്തു കൊടുത്തത് പുള്ളിയുടെ അച്ഛനും അമ്മയ്ക്കും, അല്ലെങ്കിൽ പുള്ളിയുടെ പേഴ്സണൽ അല്ലെങ്കിൽ പുള്ളിയുടെ വീട്ടിലെ ആവശ്യങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ് ഞാനത് എടുത്തു കൊടുത്തിട്ടുള്ളത്. ഈ ലോൺ എടുത്ത് കൊടുക്കുന്ന സമയത്ത് വീട്ടുകാരൊന്നും അറിയിച്ചിട്ടില്ല? എന്റെ വീട്ടുകാർ ഇല്ല ഇല്ല, ഞാൻ അറിയിച്ചിട്ടില്ല. ഇയാളിങ്ങനെ ചോദിക്കണ കാര്യം ഞാൻ ഒന്നും പറഞ്ഞില്ല. അത് എന്റെ മിസ്റ്റേക്ക് ആണ്. ബട്ട് ആ ടൈമില് പുള്ളി ഇങ്ങനെ, ഞാൻ പുള്ളിയോട് ചോദിച്ചിരുന്നു വീട്ടിൽ പറയണോന്ന് ചോദിച്ചപ്പോ വേണ്ട, ആള് മാസം മാസം അടയ്ക്കുന്നു, പിന്നെ മാത്രല്ല നമ്മുടെ കല്യാണം കഴിയാൻ പോകുന്നു, അപ്പൊ അത് നമ്മുടെ പേഴ്സണൽ കാര്യമായിട്ട് ഇരുന്നാൽ മതി എന്നുള്ള രീതിക്കാണ് പറഞ്ഞിരുന്നത്. പിന്നെ ഞാനും വിചാരിച്ചു സെക്കൻഡ് മാരേജ് നമ്മളെ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ള ഒരു രീതിക്കാണ് പോയത്. ഇപ്പം ഈ ജൂൺ 7 തൊട്ട് ഇന്ന് വരെ ആള് മിസ്സിംഗ് ആണ്. ഞാൻ വർക്കല സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തു, FIR ഒക്കെ ഇട്ടു. അതിലൊന്നും എനിക്കൊരു കുറ്റം പറയാനില്ല. അവനെതിരെ FIR വീണിട്ടുണ്ട്. ആള് സെഷൻ കോർട്ടിൽ ജാമ്യത്തിന് അപ്ലൈ ചെയ്തു. ബട്ട് ജാമ്യം കിട്ടിയില്ല, ജാമ്യം കൊടുത്തില്ല. നമ്മുടെ കയ്യിലുള്ള എല്ലാ പ്രൂഫും കോർട്ടിലും അതുപോലെ സ്റ്റേഷനിൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ആൾക്ക് ജാമ്യം കിട്ടിയിട്ടില്ല. പക്ഷെ ജാമ്യം കിട്ടാതിരുന്നിട്ടും എന്തുകൊണ്ടാണ് അവനെ അറസ്റ്റ് ചെയ്യാത്തത്, ഈ ആളിനെ അറസ്റ്റ് ചെയ്യാത്തതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അതിന് എന്ത് തടസ്സമാണുള്ളത് ഞാൻ എത്ര ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. നോർമലി ജാമ്യം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഉടനെ അറസ്റ്റ് ചെയ്യാന്നുള്ളതാണ് നടപടി ഞാൻ സ്വീകരിക്കുന്ന കണ്ടിട്ടുള്ളത്. അല്ലെങ്കിൽ ബെയില് ഡിസ്മിസ് ചെയ്തു എന്നുള്ളത് ഓർഡർ വന്നിരിക്കുന്ന 4-ാം തീയതിയാണ്. ഇതിനിടയ്ക്ക് ഇയാളുമായിട്ട് ഇയാൾ നമ്മളെ കോണ്ടാക്ട് ചെയ്യുമോ, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി ആയിട്ട് കണക്ഷൻ വെച്ചിട്ടുണ്ടോ? എന്റെ ഫാമിലി മെമ്പേഴ്സ്, ഫ്രണ്ട്സ് എല്ലാവർക്കും ഇയാള് പൈസ വാങ്ങിയത് ഒന്നും പറയാതെ എന്നെപ്പറ്റി മോശമായിട്ടുള്ള അപവാദ പ്രചരണങ്ങളാണ് നടത്തിക്കൊണ്ടിരുന്നത്. അപ്പം ഞാൻ ഈ ഒരു മാനസികാവസ്ഥ തകർന്നിരുന്നപ്പോൾ സത്യം പറഞ്ഞാൽ പലരും എന്നെ കോണ്ടാക്ട് ചെയ്തെങ്കിലും എനിക്ക് ആരോടും സംസാരിക്കാനോ ഒന്നിനുള്ള മാനസികാവസ്ഥ ഇല്ലാതിരുന്നത് കൊണ്ട് ഞാൻ കോൾ അറ്റൻഡ് ചെയ്തിട്ടില്ലായിരുന്നു. പിന്നെ കുറച്ച് ഞാൻ ചേച്ചിയുമായിട്ടൊക്കെ മിങ്കിൾ ചെയ്ത് ഒരുവിധം ഓക്കെ ആയതിനു ശേഷമാണ് എന്നെ ആൾക്കാർ വിളിക്കുമ്പോൾ ഞാൻ കോൾ അറ്റൻഡ് ചെയ്യാനും കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങിയത്. അപ്പോഴാണ് മനസ്സിലായത് ഇയാള് ഒളിവിൽ പോയിട്ട് എൻ്റെ വീട്ടുകാർക്കും ഫ്രണ്ട്സിനും ഒക്കെ എന്നെ പറ്റി ഇങ്ങനെ മോശമായിട്ടുള്ള മെസ്സേജസ് കൊടുക്കുമായിരുന്നു. അത് ഞാൻ എല്ലാവരെയും ക്ലാരിറ്റി വരുത്തിയിട്ടുണ്ട്. ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് എല്ലാവർക്കും ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലാവുന്നത്. അപ്പം അവർക്കൊക്കെ കാര്യങ്ങൾ മനസ്സിലായി എന്ന് അറിഞ്ഞപ്പോൾ അവരെല്ലാം ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ആളിപ്പോൾ എവിടെയാണെന്നൊരു ഐഡിയ ഇല്ല. ഈ മാസത്തെ EMI ഞാൻ കടം വാങ്ങി എങ്ങനെയെങ്കിലുമാണ് ഞാനത് അടച്ചിട്ടുള്ളത്. ഇനി അങ്ങോട്ടേക്ക് ഇത് എങ്ങനെ അടയ്ക്കണം എന്ന് വെച്ചാൽ എനിക്ക് അറിയില്ല. ഇപ്പൊ എന്തെങ്കിലും ജോബ് കാര്യങ്ങളൊക്കെ ഇല്ല, ഇപ്പൊ കറന്റ്ലി ഞാൻ വർക്കിംഗ് അല്ല. എന്റെ കണ്ണിന് ചെറിയ പ്രശ്നമുണ്ട്, ഡിസബിൾഡ് ആണ്. അപ്പം ഇതൊക്കെ അറിഞ്ഞുകൊണ്ടാണല്ലോ അതെ ആളിനോട് എല്ലാം പറയേണ്ട കാര്യമില്ല. കാര്യം ആൾ ഓൾറെഡി എല്ലാ കാര്യങ്ങളും ഞാൻ പരാതിയായിട്ട് കൊണ്ടു ചെന്നപ്പോൾ ആൾക്ക് അറിയാവുന്നതാണ്. എന്നിട്ടും കല്യാണാലോചനയായിട്ട് വന്ന് എന്റെ വീട്ടിൽ സംസാരിച്ചതിന് ശേഷം ഞാൻ ഒരു ദിവസം പുള്ളീനെ പുറത്ത് വെച്ച് കണ്ട് എല്ലാ കാര്യങ്ങളും A to Z ഞാൻ പറഞ്ഞതിന് ശേഷമാണ് ഇത് പ്രൊസീഡ് ചെയ്യുന്നത്. നമുക്കിതൊന്നും മറച്ചു വെക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ഇയാളുടെ വീട്ടുകാരെന്താണ് പറയുന്നത്? വീട്ടുകാര് വിളിച്ചാലും ഫോൺ എടുക്കാറില്ല, ഞാനായിട്ടൊരു കോണ്ടാക്ട് വെക്കുന്നില്ല. ഇപ്പൊ ഈ പൈസ എല്ലാം കൊടുത്തിരിക്കുന്നത് ആളുടെ വീട്ടുകാരും കൂടെ അറിഞ്ഞിട്ടാണെന്നാണ് എന്നോട് ആള് പറഞ്ഞേക്കുന്നത്. ഇവർക്ക് ഇതിൽ യാതൊരു ഉത്തരവാദിത്വം ഇല്ല. എനിക്കറിയില്ല ഇതെന്താണ് ഇങ്ങനെയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇവര് കല്യാണത്തിനൊക്കെ വന്നപ്പോഴെങ്ങനെയായിരുന്നു? ഇല്ല, കല്യാണത്തിന് ഇയാളുടെ വീട്ടുകാർ ഉണ്ടായിരുന്നില്ല. എൻഗേജ്മെന്റിന് എല്ലാവരും ഉണ്ടായിരുന്നു. അതെന്തുകൊണ്ടാണ്? അതെനിക്കറിയില്ല. ഇപ്പൊ എന്റെ ഭാഗത്ത് നിന്ന് ഇപ്പം ഈ ഒരു എൻഗേജ്മെന്റ് കഴിഞ്ഞ് കല്യാണം വരെയുള്ള ഫേസില് ഇപ്പൊ എന്റെ ഭാഗത്ത് നിന്ന് അവരെ ഞാൻ വീട്ടുകാരെ എന്തെങ്കിലും പറയുമോ അല്ലെങ്കിൽ വീട്ടുകാരായിട്ട് ഒരു ഇഷ്യൂ ഉണ്ടാവും ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഈ പറയുന്ന ആളുമായിട്ട് ഞാൻ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. അത് ആളുടെ കയ്യിലിരിപ്പ് കൊണ്ട്, ആളുടെ സ്വഭാവം കൊണ്ടിട്ടുമാണ് ഇഷ്യൂസ് ഉണ്ടായിട്ടുള്ളത്. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആൾ എന്നോട് പറഞ്ഞിരുന്നത് കല്യാണത്തിന് എല്ലാവരും ഉണ്ടാവും എന്നുള്ള രീതിക്ക് തന്നെയാണ് പറഞ്ഞത്. ഏകദേശം ഒരു കല്യാണത്തിന് നമ്മൾ ഡേറ്റ് എടുത്ത് 1.5 ആഴ്ച മാത്രം ബാക്കിയുള്ളപ്പോഴാണ് ഞങ്ങളോട് പറയുന്നത് ആളുടെ വീട്ടുകാരൊന്നും വരില്ല എന്നുള്ളത് അറിയിക്കുന്നത്. അപ്പൊ നമ്മൾ ഓൾറെഡി എല്ലാം സെറ്റ് ചെയ്തു, പിന്നെ എന്ത് ചെയ്യണം എന്നറിയാം. നമ്മൾ അധികം ആൾക്കാരെ വിളിക്കില്ല, എന്നാലും അടുത്ത ബന്ധുക്കളെ അറിയിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് പെട്ടെന്ന് ഈ കല്യാണം മാറ്റാനൊന്നും പറ്റില്ലല്ലോ. മാത്രല്ല ഇപ്പൊ ആളിന് കുറെ ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പൊ എന്നെ കൊണ്ട് ലോൺ എടുപ്പിച്ചിട്ടാണ് അച്ഛൻ്റെ MLA ട്രീറ്റ്മെന്റ് ഒക്കെ നടത്തിയത്. പിന്നെ അച്ഛന് സ്ട്രോക്ക് വന്നു എന്നുള്ള കാരണം കൊണ്ടിട്ട് താലിമാല വരെ ഞാനാണ് വാങ്ങിയത്. ആളിന്റെ സിറ്റുവേഷൻ മനസ്സിലാക്കി, ആളിന്റെ കയ്യിൽ ക്യാഷ് ഇല്ല എന്ന് ഞാൻ വിചാരിച്ചിട്ട് എന്നെ കൊണ്ട് പറ്റണ മാക്സിമം സപ്പോർട്ട് താലിമാല വരെ ഞാൻ വാങ്ങിയാണ് കൊടുത്തിട്ടുള്ളത്. ഈവൻ ആളിടുന്ന ഡ്രസ്സ്, കല്യാണത്തിന്റെ ഡ്രസ്സ് പോലും എന്റെ ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ടാണ് ആളെടുത്തിട്ടുള്ളത്. ഈ കല്യാണത്തിന്റെ എല്ലാ ചെലവും നോക്കിയിരിക്കുന്നത് ഞാൻ തന്നെയാണ്.
ആള് 1 രൂപ പോലും ആളുടെ കല്യാണം എന്ന് പറഞ്ഞിട്ട് ചെലവാക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല. ഇപ്പം ഫോട്ടോഗ്രാഫി വേണമെന്ന് ആള് പറഞ്ഞു. ഫോട്ടോഗ്രാഫിക്ക് 45,000 അതും എന്റെ ഗോൾഡ് പണയം വെച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പം സാരി വാങ്ങിയതായിരുന്നാലും പിന്നെ എനിക്ക് വേണ്ട ഡ്രസ്സ് എല്ലാം വാങ്ങിയതായാലും എന്റെ ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ടാണ്. ആ ക്രെഡിറ്റ് കാർഡിന്റെ ബില്ല് അടച്ചിരിക്കുന്നത് എന്റെ ഗോൾഡ് പണയം വെച്ചിട്ടാണ്. ആ ക്രെഡിറ്റ് കാർഡിന്റെ ബില്ല് അടക്കം അടച്ചിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ആളുടെ കയ്യിൽ നിന്ന് 1 രൂപ പോലും ചെലവായിട്ടില്ല. ഇനി ഇതിൽ കൂടുതൽ എങ്ങനെയാണ് ഒരു പെൺകുട്ടി എന്നുള്ള നിലയിൽ ഒരു മാരേജ് ലൈഫിൽ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൽ എഫേർട്ട് ഇടേണ്ടതെന്ന് എനിക്കറിയില്ല. എന്നിട്ടും ഈ കണ്ണിക്കുന്ന ആളുകളോട് മൊത്തവും എന്നെ പറ്റി ഇല്ലാത്ത കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പിന്നെ കേസും കാര്യങ്ങളും നടക്കുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞതിന്റെ എല്ലാ പ്രൂഫും എന്റെ കയ്യിലുണ്ട്. അത് സമയമാകുമ്പോൾ അതെന്തായാലും പുറത്ത് വരണം. സൊസൈറ്റിയിൽ ഒരു ഡിവോഴ്സ് അല്ലെങ്കിൽ ഒരെണ്ണം ഫെയിലിയർ ആയപ്പോ തന്നെ ഇപ്പൊ ഈ സെക്കൻഡ് എൻഗേജ്മെന്റും എല്ലാവരെയും അറിയിച്ച് നടത്തി അതും കൂടെ ഇങ്ങനെ ആയി എന്ന് ഞാൻ എങ്ങനെ പറയും? അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് എന്താ പറയാ, എന്നെ ഈ ഒരു കല്യാണത്തിലോട്ട് പിടിച്ചു നിർത്തിയത് അതാണ്. എന്റെ ഇത്ര എഫേർട്ട് ഇട്ടിട്ടായിരുന്നാലും ഞാൻ ഇതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യണം എന്നുള്ള ഒരു തീരുമാനം ഞാൻ എടുക്കാൻ കാര്യം സമൂഹത്തിനെയും ആൾക്കാരെയും പേടിച്ചിട്ടാണ്. ഇപ്പം ഈ പൈസ എന്ന് പറയുന്നത് ഇപ്പൊ ഞാനും പുള്ളിയും അധ്വാനിച്ച ഉണ്ടാവുന്ന ഒരു സാധനമാണ്. ഇപ്പൊ ആൾക്ക് ഒരു പ്രശ്നം വരുമ്പോൾ ഞാൻ കൂടെ ഉണ്ടാവണം, എനിക്കൊരു പ്രശ്നം വരുമ്പോൾ ആള് കൂടെ ഉണ്ടാവണം. ഞാൻ അങ്ങനെ കരുതിയിട്ടുള്ളൂ. പിന്നെ ഇപ്പൊ എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്തു, അതായത് ഇതിനി വേണ്ട, ഇനി ഇത് സമൂഹം അറിയണം എന്നുള്ള ഡിസിഷൻ എടുത്ത് എന്താന്ന് വെച്ചാ, ഇപ്പൊ ഞാനിത് കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാല് നാളെ ഇയാൾ ഇനി അടുത്തൊരു പെൺകുട്ടീനെ കണ്ടെത്തും. അതിലെനിക്ക് യാതൊരു സംശയമില്ല. ഇനിയുള്ള പെൺകുട്ടികളെങ്കിലും ഇയാളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടണം. പിന്നെ ഇതുപോലെ സഫർ ചെയ്യുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട്. അവർക്ക് പുറത്തോട്ട് വരാനൊരു എന്താ പറയാ, ഒരു പ്രചോദനം ഞാൻ ഇവിടെ വന്ന് സംസാരിക്കുമ്പോൾ കിട്ടുവാണെങ്കിൽ കിട്ടിക്കോളും. തീർച്ചയായും. ഇപ്പൊ ഇവിടെ എന്നെ ഇപ്പൊ സമൂഹം എന്ത് പറയും അല്ലെങ്കിൽ ആൾക്കാർ എങ്ങനെ നോക്കും എന്നുള്ളതൊന്നും ഞാനിപ്പം അതെ അതെ. ഓർക്കുന്നില്ല. അങ്ങനെ ഞാൻ ഓർത്തിരുന്നു കഴിഞ്ഞാൽ എന്റെ ലൈഫ് സ്പോയിലായി പോവുള്ളൂ. ശരിക്കും ഞാൻ ഇനി ജീവിക്കണോ, സെക്കൻഡ് മാരേജ് ഇങ്ങനെയായി, ഇനി ഞാൻ ആൾക്കാരോട് എന്ത് പറയും എന്നൊക്കെ വിചാരിച്ച് ഒരു സൂയിസൈഡ് പോയിന്റിൽ നിന്ന ആളാണ്. പക്ഷെ ഇപ്പം ചേച്ചിനെ കണ്ടു, നമ്മൾ സംസാരിച്ചു. ഇതുപോലെ ഇപ്പൊ ഞാൻ മാത്രല്ല, ഇതുപോലെ ഒരുപാട് പെൺകുട്ടികൾ ഉണ്ട് ഇതുപോലെ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റി. അപ്പം ഇതൊന്നും ഈ കല്യാണമോ സെക്കൻഡ് മാരേജോ ഇതൊന്നും അല്ലല്ല നമ്മുടെ ലൈഫ്. നമുക്ക് ഇതിന്റെ അപ്പുറം ഇനി പലതും ഉണ്ട് എന്നുള്ള റിയലൈസേഷൻ വന്നതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ ഇങ്ങനെ ഒരു ബോൾഡ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കുന്നത്. സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പൊ ഇവിടെ നിന്ന് വന്നിരുന്ന് സംസാരിക്കുമ്പോൾ എന്റെ ഉള്ളിൽ പേടിയുണ്ട്. ആളൊരു പോലീസ് ഓഫീസറാണ്, ആൾക്കാരുടെ FIR വീണു, ആള് എക്സ്പോസ് ആയി. അപ്പം ആളെന്നെ എന്തെങ്കിലും അപായപ്പെടുത്തുമോ എന്നുള്ളൊരു പേടി എനിക്കുണ്ട്, നല്ല രീതിക്കുണ്ട്. ഇനിയിപ്പോ ഇതും ഈ വീഡിയോ കൂടെ പുറത്ത് വന്ന് കഴിയുമ്പം എനിക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് വെച്ചാൽ എനിക്കറിയില്ല. ഞാൻ അത്രയും ശ്രദ്ധിച്ചും പേടിച്ചുമാണ് ഇപ്പൊ മുമ്പോട്ട് പോകുന്നത്. അപ്പം ഇതാണ് അവസ്ഥ. അപ്പൊ ഈ ഒരു സെക്കൻഡ് ലൈഫും ഇങ്ങനെ പരാജയപ്പെട്ട് ഇതൊക്കെ ഒരു പാഠാണ്. ഫസ്റ്റ് ലൈഫ് തന്നെ ഫ്ലോപ്പായിട്ട് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ അടുത്ത നിമിഷം കയറെടുക്കുന്നവരാണ് പല പെൺകുട്ടികളും. ഇപ്പൊ സെക്കൻഡ് ലൈഫ് ഇങ്ങനെ പോയിട്ട് പോലും ഇപ്പൊ എന്റെ മുന്നിലേക്ക് ആൾ അവിചാരിതമായിട്ടാണ് സമാശ്രയം എന്നുള്ള പേജ് കണ്ട് നമ്മളിലേക്ക് വരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന മാനസികമായ സപ്പോർട്ടാണ്. ആ ഒരു സപ്പോർട്ട് എനിക്ക് കൊടുക്കാൻ പറ്റി ആളിതേ ഇപ്പൊ എന്റെ മുമ്പിൽ ഒരുവിധം ഓക്കെ ആയിട്ട്, ഞാൻ ഫുള്ള് പറയുന്നില്ല എങ്കിലും ഒരുവിധം ഓക്കെ ആയിട്ടാണ് എന്റെ മുമ്പിൽ ഇരിക്കുന്നത്. ഇനി നാളെ ഒരു പെൺകുട്ടികൾക്കും ഇതുപോലൊരു അവസ്ഥ വരാതിരിക്കട്ടെ. ജീവിതത്തിൽ പല സന്ദർഭങ്ങളിൽ നമ്മൾ ചില സിനിമാ ഡയലോഗുകൾ പറയാറുണ്ടല്ലേ. അപ്പൊ ഈ പെൺകുട്ടിയുടെ കഥ കേട്ടപ്പോൾ ആ ഒരു അനുഭവം കേട്ടപ്പോൾ എന്റെ മനസ്സിലേക്ക് ഓടി വന്നൊരു ഡയലോഗാണ്. സത്യം, അത് എത്ര നാൾ മൂടി വെക്കപ്പെട്ടാലും ഒരു നാള് മറ നീക്കി പുറത്തു വരും.